സാർ നമസ്കാരം. നമസ്കാരം. പിണറായി വിജയൻ 2 വട്ടം കേരളം ഭരിച്ചപ്പോൾ 10 വർഷക്കാലം കേരളത്തിൽ തേനും പാലും ഒഴുക്കി എന്നതാണ് പിണറായി വിജയൻ്റെ PR ടീം കേരളം മുഴുവൻ പറഞ്ഞ് പരത്തിയത്. LDF വരും, എല്ലാം ശരിയാകും എന്ന് ഒന്നാം പിണറായി വിജയൻ സർക്കാർ വരുന്നതിന് മുമ്പുള്ള ടാഗ് ലൈൻ അതായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി വിജയൻ സർക്കാർ എല്ലാം ശരിയാക്കി വന്നു കഴിഞ്ഞു. മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരും എന്ന് കരുതി LDF അല്ലാതെ മറ്റാരുണ്ട്, അതായത് പിണറായി അല്ലാതെ മറ്റാരുണ്ട് കേരളത്തെ രക്ഷിക്കാൻ എന്ന തരത്തിലൊരു ടാഗ് ലൈൻ വെച്ചിട്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ ഫ്ലക്സുകൾ അടിച്ചു വയ്ക്കുന്നു. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ CPMന് കിട്ടാവുന്നതിൽ പകുതിയിലധികം വോട്ട് ചോർന്നു എന്ന് പിന്നീട് CPMൻ്റെ അവലോകന യോഗങ്ങളിലെല്ലാം പരാജയ അവലോകന യോഗങ്ങളിൽ രേഖപ്പെടുത്തി. കടുത്ത പിണറായി പക്ഷക്കാരനായ P. രാജീവ് വരെ പിണറായി വിജയൻ്റെ ഈ പ്രവണതയ്ക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. പറഞ്ഞു വരുന്നത് മറ്റൊന്നാണ്. 10 വർഷക്കാലം തേനും പാലും ഒഴുക്കി എന്ന് പറയുമ്പോൾ കേരളത്തിൽ ഇത്രത്തോളം അഴിമതിയുടെ, ധൂർത്തിൻ്റെ, കെടുകാര്യസ്ഥതയുടെ കാലം അടയാളപ്പെടുത്തിയ മറ്റൊരു ഭരണം ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. കോവിഡ് കാലത്തും നിപ്പ കാലത്തും KK ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ സ്തുത്യർഹമായ സേവനങ്ങൾ നടത്തി ലോകത്തിലെമ്പാടുമുള്ള രാജ്യങ്ങളിൽ വച്ച് കേരളം തന്നെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലാണ് ആരോഗ്യമേഖല 1-ാം നമ്പർ എന്നൊക്കെ പറഞ്ഞ് അന്ന് PP കിറ്റ് മേടിക്കുന്ന കാര്യങ്ങളിൽ വരെ അഴിമതി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താകട്ടെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന വീണ ജോർജുമായി ബന്ധപ്പെട്ട മറ്റൊരു വിവാദമാണ് ഇപ്പോഴത്തെ പുതിയ ആരോഗ്യവകുപ്പ് മന്ത്രി K. മുരളീധരൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നത്തെ പ്രമുഖ ദിനപത്രങ്ങളിലെല്ലാം ഈ വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. അതായത് ആരോഗ്യമേഖലയിൽ വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് ആരോഗ്യമേഖലയിൽ അനാവശ്യമായ നിരവധി എക്യുപ്മെൻസുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. അതുപോലെ ഗുണനിലവാരം കുറഞ്ഞ മരുന്നുകളും വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. ഇതൊന്നും ഇനി ഉപയോഗിക്കാൻ പറ്റാത്ത നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതിലുപരി ഇതിലൂടെയെല്ലാം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഊർദ്ധശ്വാസം വലിക്കുന്ന ആരോഗ്യ മേഖലയ്ക്ക് അങ്ങനെ പാഴാക്കിയ കോടികൾ ഉണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ജനങ്ങൾക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. വീണ ജോർജുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദപരമായ വാർത്തകൾ നൽകിയിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ പിണറായി വിജയൻ്റെ കെടുകാര്യസ്ഥതയും കൊള്ളയും സമൂഹത്തോട് തുറന്നു പറഞ്ഞ ഒരാളെന്ന രീതിയിൽ പിണറായി വിജയൻ ഉൾപ്പെട്ട കേരളത്തിൻ്റെ ഖജനാവിന് 250 കോടി രൂപയോളം നഷ്ടമുണ്ടാക്കിയ ലാവ്ലിൻ കേസ് സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന് ആ കേസുമായി മുന്നോട്ട് പോവുകയും പൊതുസമൂഹത്തോട് കേരളത്തിനുണ്ടായിരിക്കുന്ന നഷ്ടം ഇന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ച ഒരു മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിൽ നന്ദകുമാർ സാർ ഇതിനെ എങ്ങനെ നോക്കിക്കാണുന്നു? അതായത് ശൈലജ ടീച്ചർ എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിൽ ആരോഗ്യരംഗത്ത് ഒരു മുതൽക്കൂട്ടായിരുന്നു. ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എല്ലായിടത്തും ഓടിയെത്തുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ ശ്രമിച്ചത് നമുക്ക് നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. എന്നാൽ വീണ ജോർജിനെ കൊണ്ടുവന്നത് ശൈലജ ടീച്ചറെ വെട്ടാനും തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരാളെ കൊണ്ടുവന്ന് അഴിമതി നടത്താനും വേണ്ടിയായിരുന്നു. ഏറ്റവും കൂടുതൽ അഴിമതി നടത്താൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ആരോഗ്യവകുപ്പ്. ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ മരുന്ന് ഒരു കൊല്ലം എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മേടിക്കും, കൂടാതെ എക്യുപ്മെൻസും. അപ്പോൾ ഈ വിധത്തിൽ 3 മേഖലയായിട്ട് അഴിമതി നടത്താനായിരുന്നു പിണറായി വിജയൻ വീണ ജോർജിനോട് ആവശ്യപ്പെട്ടത്. 1 മരുന്ന് വാങ്ങുന്നതിലൂടെ, 2 എക്യുപ്മെൻസ് വാങ്ങുന്നതിലൂടെ, 3 നിയമനങ്ങളിലൂടെ, 4 ബിൽഡിംഗ് പണിയുന്നതിലൂടെ. ബിൽഡിംഗ് പണിയുന്നതിൽ വീണ ജോർജിന് വലിയ ഗുണമൊന്നും കിട്ടില്ല. അത് നേരെ മരുമകൻ തന്നെ അവിടെ നിന്ന് ശരിയായിക്കോളും. നിർമ്മാണ പ്രവർത്തനം കേരളത്തിൽ വലിയ ഹോസ്പിറ്റൽ കിഫ്ബി ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ ബിൽഡിങ്ങുകൾ പണിഞ്ഞിട്ടുണ്ട്, വലിയ ബിൽഡിങ്ങുകൾ. ആ ബിൽഡിങ്ങുകൾ പണിഞ്ഞതിൻ്റെ 40% വരെ കമ്മീഷനാണ് പിണറായി വിജയനുള്ളത്. അത് നേരിട്ട് പിണറായി വിജയന് കിട്ടും. ചില ഓഹരി മാത്രമേ വീണ ജോർജിനും ഭർത്താവ് ജോർജിനും കിട്ടുള്ളൂ. എന്നാൽ ഭർത്താവ് ജോർജിനെയും വീണ ജോർജിനെയും പ്രധാനപ്പെട്ട ജോലി എന്തായിരുന്നു? ഈ 3 മേഖലകളിൽ, അതായത് 1 നിയമനം, 2 മരുന്ന് മേടിക്കൽ, 3 എക്യുപ്മെൻറ്റ്സ് വാങ്ങുക. ഈ മരുന്ന് വാങ്ങുക എന്ന് പറഞ്ഞാൽ പഴയ മരുന്നുകൾ വാങ്ങിക്കൂട്ടി അത് കത്തിക്കുക, എന്നിട്ട് കോടികൾ തട്ടിയെടുക്കുക എന്നുള്ളതാണ് ഒരു തന്ത്രമുണ്ടായിരുന്നത്. അതാണ് പലപ്പോഴും കത്തിക്കുന്ന പ്രോസസ്സ് നമ്മൾ കണ്ടിട്ടുള്ളത്. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട എക്യുപ്മെൻറ്റ്സ് വാങ്ങുക. എക്യുപ്മെൻറ്റ്സ് ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഒരു ആവശ്യമില്ലാത്ത കോടിക്കണക്കിന് രൂപയുടെ എക്യുപ്മെൻറ്റ്സാണ് വാങ്ങിക്കൂട്ടിയിട്ട് ഓരോ കെട്ടിടത്തിലും മൂലക്കിരിക്കുന്നത്. അതേപോലെയുള്ളതാണ് മൂന്നാമത് നിയമനങ്ങൾ നടത്തുക. നമ്മൾ സരിതാമായ തന്നെ ഒരു ലേഡിയോട് സംസാരിക്കുന്ന റെക്കോർഡിൽ പറയുന്നത് വീണ ജോർജും പിണറായി വിജയനും അറിഞ്ഞുകൊണ്ടാണ് നിയമനങ്ങൾ നടത്തുന്നത്. 10 ലക്ഷം മുതൽ 50 ലക്ഷം വരെയാണ് നിയമനങ്ങൾ, താൽക്കാലിക നിയമനങ്ങൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ കിട്ടുന്നതിൽ
പിണറായി വിജയൻ 50% പകുതി, ബാക്കി ഭാഗം വീണ ജോർജിന്, ബാക്കി സജീവൻ മറ്റുള്ളവർക്കെല്ലാം എടുക്കാനുള്ളതാണ്. ഇത് കൃത്യമായി അവർ പറയുന്നുണ്ട്. ആ സരിതാ നായരും വീണ ജോർജും സരിതാ നായരും സജീവനുമായിട്ടുള്ള സംഭാഷണമടക്കം നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ്, അതിൻ്റെ രേഖകളും. ഏകദേശം 5000-ഓളം നിയമനങ്ങളാണ് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരളത്തിൽ നിയമിച്ചിട്ടുള്ളത്. അതേപോലെ ഈ എക്യുപ്മെൻറ്റ്സ് വാങ്ങാന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള എക്യുപ്മെൻറ്റ്സ് ആണ് വാങ്ങിക്കൂട്ടിയത്. ഇതൊന്നും വെറുതെ വേസ്റ്റായ എക്യുപ്മെന്റ്സ് ആണ് ഇറക്കുമതി ചെയ്യുന്നത്. കുറഞ്ഞ വിലയുള്ള സാധനത്തിന് വലിയ വില ഉണ്ടാക്കി അതിനകത്ത് കമ്മീഷൻ അടിച്ച് പറ്റുക. എന്നിട്ടും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് രോഗികളെ സംഘടിപ്പിച്ചുകൊണ്ട് ചില അത്യാവശ്യ ഉപകരണങ്ങൾ മേടിക്കാൻ വേണ്ടി മുൻകൈയെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു നടപടിക്രമങ്ങളാണ് വീണ ജോർജ് എന്ന ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എക്യുപ്മെന്റ്സ് പറഞ്ഞാൽ നമ്മൾ SNC ലാവലിൻ കമ്പനിയുമായിട്ടുള്ള ഇടപാടിൽ SNC ലാവലിൻ ഇറക്കുമതി ചെയ്തത് പല ഫാക്ടറികളെയും കെട്ടിക്കിടക്കുന്ന പഴയ സാധനങ്ങളായിരുന്നു. ആ പഴയ സാധനങ്ങൾ കെട്ടിക്കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ അതിൻ്റെ പിന്നാലെ പോയി അന്വേഷണം നടത്തിയത്. ഇതേപോലെ ഇവിടെ ഒരു പല കമ്പനികളിലും ഫാക്ടറികളിലും കെട്ടിക്കിടക്കുന്ന പഴയ സാധനങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കുന്നു, ഒരു കമ്മീഷൻ കൈപ്പറ്റുന്നു. അതിൽ 50% പിണറായി വിജയന്, ബാക്കി വീണ ജോർജ് മറ്റ് സംഘങ്ങൾ എടുക്കും, ഭർത്താവിലും കൂടി എടുക്കും. എല്ലാ ശനിയും ഞായറും വീണ ജോർജും ഭർത്താവും വീട്ടിലായിരിക്കും. അവിടെ ഈ ഇതിൻ്റെ ആളുകൾ വരും, എന്നിട്ട് കച്ചവടം ഉറപ്പിക്കും, എന്നിട്ട് പിണറായി വിജയൻ്റെ അറിവോടുകൂടി ഇത് ഇറക്കുമതി ചെയ്യും. ഇതേപോലെയാണ് നിയമനങ്ങളെ പോലെ തന്നെയാണ് മരുന്ന് മേടിക്കുന്നത്. ഈ 3 മേഖലയിലും കൂടി കോടിക്കണക്കിന് രൂപ ആണ് തട്ടിയെടുത്തത്. വീണ ജോർജ് ഭർത്താവും ഇടയ്ക്കിടയ്ക്ക് വിദേശത്ത് പോകുന്നത് അവിടെ ബിനാമി അക്കൗണ്ട് തുടങ്ങാനും അവിടെ ബിനാമി അക്കൗണ്ടുകളിൽ കോടികൾ നിക്ഷേപിക്കാനുമാണെന്ന് അന്നേ ആരോപണമുണ്ടായിരുന്നു. അപ്പോൾ ഈ വിധത്തിൽ പിണറായി വിജയൻ്റെ വലങ്കയായി പ്രവർത്തിക്കുന്ന വീണ ജോർജ് പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം നടത്തിയത്. ഇപ്പോൾ മുരളീധരൻ സുപ്രധാനമായ നീക്കത്തിലൂടെ ഇത് അന്വേഷിക്കാൻ ഉത്തരവിട്ടിരിക്കുകയാണ്. കേരളത്തിലെ പല ഹോസ്പിറ്റലും കെട്ടിക്കിടക്കുന്ന ആവശ്യമില്ലാത്ത ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് എന്തിനാണ് ഇറക്കുമതി ചെയ്തത്, ആരാണ് ചെയ്തത്, എപ്പോൾ ചെയ്തു, ഇതിന് ഉപയോഗം എന്തായിരുന്നു, ഏതെങ്കിലും തരത്തിൽ ഉപയോഗപ്പെട്ടിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇറക്കുമതി ചെയ്തത്? ഇത് വളരെ ഗുരുതരമായ കാര്യമാണ്. ഇതിൻ്റെ നിർബന്ധമായിട്ടും പിണറായി വിജയനും വീണ ജോർജും കുടുങ്ങുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. പിണറായി വിജയന് നേരിട്ട് പങ്കില്ലെങ്കിലും വീണ ജോർജ് ആണ് ഇതിൻ്റെ യഥാർത്ഥ പ്രതിയായി വരുന്നത്. ഇത് ഞാൻ നേരത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതെനിക്ക് കൃത്യമായിട്ട് വീണ ജോർജിൻ്റെ ബന്ധു തന്നെയാണ് എന്നെ ഇൻഫോം ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ഇങ്ങനെ തട്ടിപ്പ് നടത്തുന്നുണ്ട്, നിങ്ങൾ അന്വേഷിച്ചാൽ ഞെട്ടിക്കുന്ന തെളിവുകൾ കിട്ടും. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റ്സ് 5 വർഷം കൊണ്ട് ഇറക്കുമതി ചെയ്ത വഴി കോടാനുകോടി രൂപയാണ് ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് എന്നോട് പറഞ്ഞിരുന്നു. അതായത് ഇന്ന് കേരളത്തിലെ ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ച് നാരായണക്കല്ലെടുപ്പിച്ച വീണ ജോർജിന് ഒരു കത്രിക വയറ്റിൽ പോയിട്ട് അതിന് പൈസ കൊടുക്കാൻ ആ പാവപ്പെട്ട സ്ത്രീക്ക് കൊടുക്കാനുള്ള സമയമുണ്ടായിരുന്നില്ല. അതേപോലെ ബലാത്സംഗത്തിനിരയായി അവരെ സംരക്ഷിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. പ്രതികളെ സംരക്ഷിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിച്ച അവിടെ ആരോഗ്യവകുപ്പ് കുത്തഴിഞ്ഞതാണെന്നും ഇവിടേക്ക് രോഗികൾ വരണ്ട, നിങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിക്കോ എന്നുള്ള മെസ്സേജാണ് വീണ ജോർജ് ഇതിലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വലിയ പബ്ലിസിറ്റിയും കൊടുത്തു. ഒരിക്കലും പരിഹരിക്കില്ല പ്രശ്നം. ഈ വിധത്തിൽ പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റിയിരുന്ന പിണറായി വിജയനും അതേപോലെ വീണ ജോർജുമെല്ലാം സ്വന്തമായിട്ട് സർക്കാർ ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള വൻ അഴിമതികളാണ് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇത് കൂടെ തെളിയിക്കുന്നത്. എന്തായാലും മുരളീധരൻ ഇതിനെ അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടിട്ടുണ്ട്. അത് ചെറിയ സംഭവമായിരിക്കില്ല. നമ്മൾ കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ളയുടെ കാര്യമാണ് പുറത്തു വരാൻ പോകുന്നത്. സാർ, ഇത്രയൊക്കെ അഴിമതി നടത്തിയെന്ന് പറയപ്പെടുമ്പോഴും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് ഇപ്പോൾ മരുന്നുകൾ ലഭ്യമാക്കിയതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ ഇപ്പോഴും കൊടുക്കാനുണ്ടെന്നുള്ളതാണ്. 495 കോടി രൂപ കൊടുക്കാണ്ട് അത്രയും വലിയ ഗുരുതരമായ ഒരു അവസ്ഥ കൂടി നിൽക്കുന്നുണ്ട്. അതാണ് അതും പഴയ മരുന്നുകൾ വരുത്തിച്ചിട്ട് പകുതി കമ്മീഷൻ ഇവിടെ ഒഴിച്ച് വാങ്ങിയിട്ട് ഇതാക്കുന്ന പരിപാടിയാണ്. കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് മേടിക്കും, കുറഞ്ഞ വില ഉണ്ടാവുള്ളൂ. കോടികൾ അതിൻ്റെ ഫുൾ വിലയ്ക്കാണ് അതിന് ചെറിയ കമ്മീഷൻ വെച്ചിട്ട് ബാക്കിക്കാണ് മേടിക്കുന്നത്. അപ്പോൾ ഈ പറയുന്നതൊക്കെ നടത്തുന്നത് വീണ ജോർജും ഭർത്താവും കൂടിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ 495 കോടി രൂപ എപ്പോഴും കൊടുക്കാനുണ്ട്. ഈ പൈസ ഒന്നും കൊടുക്കാതെയാണ് ഇവർക്ക് നടക്കുന്നത്. സാർ പറഞ്ഞതുപോലെ ഈ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് എപ്പോഴൊക്കെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ഗോഡൌണുകൾ കത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. അതായത് പഴയ മരുന്നുകൾ കത്തിക്കുന്നു, ബില്ലുകൾ കത്തിക്കുന്നു. ഇത് രേഖകൾ ഇല്ലാതാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. എത്ര രേഖകൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ വാങ്ങിക്കൂട്ടിയ ഇത്തരം ആവശ്യമില്ലാത്ത എക്യുപ്മെന്റ്സിന്റെ ആവശ്യമെന്ത് എന്നുള്ളതിന് മറുപടി പറഞ്ഞാലേ പറ്റുള്ളൂ. അവസാനം വീണ ജോർജ് പ്രതിയാകുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അതിലും പിണറായി വിജയൻ രക്ഷപ്പെടും. കാരണം നേരിട്ട് യാതൊരു ബന്ധവുമില്ലല്ലോ. കമ്മീഷൻ അവിടെ വിദേശത്തല്ലേ എല്ലാം കൈപ്പറ്റുന്നത്.
എന്തായാലും ഗുരുതരമായ ആരോഗ്യവകുപ്പിനെ കുത്തഴിഞ്ഞതാക്കി നശിപ്പിച്ച വീണ ജോർജ് നിർബന്ധമായും ഈ കാര്യത്തിൽ കുടുങ്ങും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്.